ഹലോ, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ക്ലീഷേ ടോപ്പിക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഓഗസ്റ്റ് 15 നമുക്ക് ഹോളിഡേ ഉള്ള ദിവസമാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്ത് പോയി കളയാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാ ശനിയോ ഞായറോ ഏതെങ്കിലും ദിവസം നമ്മൾ പുറത്ത് പോകാറുണ്ട്, ഫുഡൊക്കെ കഴിക്കാനും പിന്നെ റിഫ്രഷ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീക്കിൽ എന്തായാലും അതിന് സൗകര്യം ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഫാമിലിയിൽ ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീക്ക് എന്തായാലും കിട്ടൂല. അപ്പോൾ പിന്നെ ആകെ കിട്ടിയത് ഓഗസ്റ്റ് 15. ഇന്ന് അവധിയായതുകൊണ്ട് ഫൈക്കാക്കൂനൊന്നും ഓഫീസിലൊന്നും പോകാനില്ല. അപ്പോൾ പിന്നെ നമ്മളെന്നാൽ പുറത്ത് പോയിട്ട് ഒന്ന് ചില്ലായി ഒന്ന് റിലാക്സ് ആയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണം, ഒരു വ്ളോഗ് ചെയ്യണം എന്നൊക്കെയുള്ള ഓർമ്മ വന്നത്. അപ്പം പിന്നെ അപ്പം വെച്ചിട്ട് നമ്മൾ വീഡിയോ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പെരിന്തൽമണ്ണ അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിനി വൈകുന്നേരമല്ലേ, അപ്പോൾ ചായ കുടിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എന്താ പറയുക, പെരിന്തൽമണ്ണേനുള്ള ഒരു ഷോപ്പിൽ നിന്ന് ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫൈക്കാക്കുന് ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ബർഗർ അവിടെ നിന്ന് പാർസൽ വാങ്ങിച്ചിട്ട് ഇനി ഒരു തട്ടുകട നോക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെരിന്തൽമണ്ണ ഉള്ള ബൈപ്പാസാണ്, ചില്ലീസ് ബൈപ്പാസ് എന്നാണ് നമ്മളൊക്കെ ഇതിന് പറയാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് പെരിന്തൽമണ്ണ ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വന്ന് ബൈപ്പാസ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. മഡ്ക ചായയൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. മഡ്ക ചായ എന്ന് പറഞ്ഞാൽ അറിയണ്ടാവില്ലല്ലോ, ഒരു മണ്ണിൻ്റെ ഗ്ലാസ്സിൽ കിട്ടുന്ന എന്തൊക്കെയോ സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ചായ. ഒരു പ്രാവശ്യം കുടിച്ചിട്ടുള്ളൂ കേട്ടോ, എനിക്കതെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. സാധാരണ ചായ തന്നെയാണ് ടേസ്റ്റ്. ആ ചായ എന്ന് പറയുമ്പോൾ ആ ഒരു മണ്ണിൻ്റെ ഒരു കുഞ്ഞു കപ്പിലൊക്കെ തരുമ്പോൾ അത് നല്ല രസമാണ്. പിന്നെ ആ കപ്പ് നമുക്ക് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കപ്പൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് ഷോക്കേസിൽ വെച്ചിരിക്കുക കേട്ടോ. എൻ്റെ ഫൈക്കാക്കും ഇവമോളും കൂടെ ഇവിടെ ഇറങ്ങുകയാണ്, ഞാനും ഇനബേബി വണ്ടിയിലിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പം ഓപ്പോസിറ്റ് കുറച്ച് ഫ്രണ്ടിൽ വന്നിട്ടാണ് നിർത്തിയത്. അവിടെ നമ്മൾ വിചാരിച്ചത് ഇല്ല, അതായത് ഇവമോൾക്ക് കാടമുട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഫൈക്കാക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിൽ വേറൊരു തട്ടുകട ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തട്ടോ. ഞാനും ഫൈക്കാക്കും തമ്മിലുള്ള ചില ഓപ്പോസിറ്റിൽ ഒന്നാണിത്. എനിക്ക് ഫാസ്റ്റ് ഫുഡും ഫൈക്കാക്കുവിന് നാടൻ ഫുഡുമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ വല്ല ബോട്ടിയും പൂളയോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫും പൂളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞതൊന്നും ഇഷ്ടേ ഇല്ല. ബോട്ടി പൂള ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം എനിക്ക് ഫാസ്റ്റ് ഫുഡാണ്, കാരണം അതാണ് കഴിച്ചിട്ട് ശീലമുള്ളത് കേട്ടോ. എന്ന് വിചാരിച്ച് വലിയ പരിഷ്കാരിയായതുകൊണ്ട് പറയുന്നതല്ല. എൻ്റെ കയ്യിലുള്ള ആ കവറുണ്ടല്ലോ, ബർഗറിൻ്റെ കവറാട്ടോ. അപ്പോൾ അവിടെ ഉള്ളിൽ പോയിരുന്ന് കഴിക്കുക, അവിടെ നിന്ന് ചായയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫൈക്കാക്ക് പറഞ്ഞു നീ എന്തായാലും വണ്ടിക്ക് പോയിക്കും, ഇവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തൊക്കെയോ വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കട പെരിന്തൽമണ്ണ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ഒരു തോട് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത്ര വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. എല്ലാ വേസ്റ്റുകളും കൊണ്ട് തള്ളുന്ന ഒരു സ്പോട്ടാണ്. അപ്പം ഞാൻ എന്തായാലും ഇനബേബിനെയും കൂട്ടിയിട്ട് വണ്ടിയിൽ വന്നിരുന്നു. അവിടെ നിന്ന് നമ്മളെ പ്രൈവസിയിൽ കഴിക്കണ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെന്തായാലും തട്ടുകടയിൽ പോയിരുന്ന് കഴിച്ചാൽ കിട്ടൂല. കാരണം തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിറച്ച ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാനിവിടെ വന്നിരുന്നു. അപ്പം ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ബർഗർ കേട്ടോ. ഇത് കടൻ്റെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. നമ്മളെപ്പോഴും പോകുന്ന ആ സ്പോട്ട് കണ്ടാൽ അറിയുന്നല്ലാതെ എന്താ കടൻ്റെ പേര് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കടൻ്റെ പേര് ഞാൻ തൽക്കാലം മെൻഷൻ ചെയ്യണില്ല. എപ്പോഴും പോകുമ്പോൾ ആ ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ അറിയാമെന്നല്ലാതെ അതിൻ്റെ ഒരു പേര് സത്യം പറഞ്ഞാൽ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ബർഗർ ഇങ്ങനെ റെഡിയാണ്. ഇനി ചായയും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇനബേബി താഴേക്ക് ഇട്ടിട്ട് ബർഗറിൻ്റെ കൂടൊക്കെ ആകെ പൊട്ടി പാളീസായിട്ട് എന്തൊക്കെയോ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചുരുക്കി മടക്കി അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. വീക്കെൻഡിലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പുറത്ത് പോകണം കേട്ടോ, കാരണം മൈൻഡിന് വല്ലാത്തൊരു റിലാക്സേഷനാണ്. അപ്പം ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒന്ന് പുറത്തത്തെ കാറ്റൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ആൾക്കാരൊക്കെ കണ്ടൊന്ന് വരുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഒന്നാമത് എനിക്ക് വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണതായിട്ടോ ഇഷ്ടമില്ല. അപ്പം ഞാൻ കുറച്ചായിട്ട് നെസ്ര കോളേജിൽ പോവലില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ വർക്ക് അറ്റ് ഹോമാണ്, വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങാത്തതിൻ്റെ കുറേ ഫ്രസ്ട്രേഷനും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് എപ്പോഴും പുറത്ത് പോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഫൈക്കാക്കു ചായ കൊണ്ടുവന്ന് തന്നിട്ട് എനിക്ക് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരം കൂടുതലാണ്. ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, ആ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പൊതുവേ ബ്ലാക്ക് ടീ ആണ് വാങ്ങിക്കാറില്ല, കട്ടൻ ചായ മധുരം കുറച്ചിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. കാരണം പുറത്തത്തെ ആൾക്കാർ അത്യാവശ്യം നല്ല ഇതിൽ മധുരം ഇടും. അപ്പം എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ പറയലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബർഗർ.
അപ്പോൾ ഇനബേബി എന്തിനൊക്കെയോ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഇടാ ഓഫ് ചെയ്യുക തന്നെയാണ് ഓരോ പണി. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫൈക്കാക്കൂനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഒരു തട്ടുകടയിൽ ഇരുന്നിട്ടാണ് കഴിക്കണേന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു എനിക്ക് കമ്പനിക്ക് വാന്നൊക്കെ പറഞ്ഞപ്പോൾ ഫൈക്കാക്ക് പറഞ്ഞ് അതിനിപ്പോൾ വന്നു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളിലേക്ക് ആകെ സ്മെല്ലാവും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരവിടെ പോയിരുന്ന് കഴിക്കാട്ടോ. പിന്നെ ഇനബേബിക്ക് കാടമുട്ട കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഓൾക്കത് ഇഷ്ടമായില്ല. പിന്നെ അവസാനം ഞാൻ തന്നെ ഒക്കെ ഇരുന്ന് കഴിച്ചത്. വണ്ടിയിൽ കുറേ കളഞ്ഞു. അങ്ങനെ ഫൈക്കാക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ മണ്ടക്ക് ഒരു കുത്ത് കിട്ടേണ്ടതാണ്. കാരണം എന്നോട് അപ്പോഴേ പറഞ്ഞായിരുന്നു ഇനബേബി വണ്ടിയിൽ കളയണേ ശ്രദ്ധിക്കൊണ്ടു പോകുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പത്തിനുള്ളത് താഴെ കിട്ടും. സീനാണ് ബ്രോ, സീനാണ്. ബർഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോയിട്ട് ആ ഒരു സറൗണ്ടിങ്ങിൽ ആ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കുന്ന ടേസ്റ്റ് എനിക്കൊന്നും വണ്ടിയിൽ ഇരുന്നിട്ട് കിട്ടിയില്ല. ഒന്നാമത് ചിലപ്പോൾ ഫൈക്കാക്കോ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു വലിയ ഇതൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് കഴിച്ച് കുറച്ച് ബാക്കിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു എൻ്റെ ബർഗറിൻ്റെ ഒരു അധോഗതി. പിന്നെ ഫൈക്കാക്കും ഇവമോളും ഒക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെട്ടത്തൂര് നിർത്തിക്കാട്ടോ, കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.